بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد, ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യ ദിനത്തിൽ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ഒരു അമലാണ് 113 വട്ടം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന പരിശുദ്ധ വചനം ഒരു കടലാസിൽ എഴുതിയിട്ട് അത് ശരീരത്തിലോ പേഴ്സിലോ വീട്ടിലോ വെക്കുക എന്നുള്ളത്. അതിന് വല്ലാതെ പോരിശയാണ്. ഈ പരിശുദ്ധമായ വചനം 113 തവണ ആരാണോ എഴുതി വെക്കുന്നത് അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും അല്ലാഹു ആപത്ത് മുസീബത്തുകളെ തൊട്ട് കാവൽ തരുകയും ഒരു കൊല്ലത്തേക്ക് പരിശുദ്ധമായ വചനത്തിൻ്റെ എല്ലാവിധ ബറക്കത്തും ഐശ്വര്യവും അല്ലാഹു ചൊരിഞ്ഞു നൽകുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇത് എഴുതുമ്പോൾ പറഞ്ഞുകൊണ്ട് എഴുതുക, എന്നാൽ 113 തവണ ബിസ്മി ചൊല്ലിയതിൻ്റെ കൂലി നമുക്ക് ലഭിക്കുന്നതാണ്. ബിസ്മി എഴുതിയതിന് ശേഷം അതേപോലെ ചൊല്ലിയതിന് ശേഷം ഒരു തവസ്സുൽ ദുആയുണ്ട്. അതും ചൊല്ലിയിട്ട് നമ്മുടെ എന്താവശ്യവും അല്ലാഹുവിനോട് പറയുക, അല്ലാഹു നടത്തി തരുന്നതാണ്. ഈ ഒരു കൊല്ലക്കാലം ഞങ്ങൾക്ക് അല്ലാഹുവെ ഐശ്വര്യം നൽകണേ, നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ എന്നതുപോലത്തെ ദുആ ചെയ്താൽ ഈ വർഷം മുഴുവൻ സാമ്പത്തിക നേട്ടമുണ്ടാകുകയും ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുകയും ചെയ്യുന്നതാണ്. നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിൽ കെട്ടുകയും സന്തോഷമുണ്ടാവുകയും അതേപോലെ തന്നെ ആഫിയത്തുണ്ടാവുകയും രോഗങ്ങളൊക്കെ പടിയിറങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ്. പരിശുദ്ധമായ ബിസ്മി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട 11 മര്യാദകളുണ്ട്. അത് പാലിച്ചു കഴിഞ്ഞാൽ 100% നമുക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്നതാണ്. ഏതൊക്കെയാണത്? ഒന്ന്, ഈ ബിസ്മി എഴുതാനെടുക്കുന്ന പേപ്പർ വരയില്ലാത്തതാകലാണ് ഏറ്റവും നല്ലത്. വര ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ നമ്മുടെ ആ പേപ്പറിൽ ബിസ്മി മാത്രമാകലാണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. രണ്ടാമത്, ബ്ലാക്ക് പേന കൊണ്ട് അഥവാ കറുപ്പ് മഷിപ്പേന കൊണ്ട് എഴുതാൻ പരമാവധി ശ്രദ്ധിക്കുക. 3, ബിസ്മി എഴുതുമ്പോൾ നമ്പർ ഇടാതെ നമ്മൾ എഴുതുക. നാലാമത്തത്, പേപ്പറിൻ്റെ ഒരു വശത്തു തന്നെ എഴുതി പൂർത്തിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. 5, എഴുതുമ്പോൾ വുളു ഉണ്ടായിരിക്കുക. ഇനി മെൻസസ് ഉള്ളവരാണെങ്കിൽ അവർ നല്ല ശുദ്ധി ഉണ്ടായിരിക്കുക. 6, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം എഴുതുക. 7, ഖിബലയിലേക്ക് മുന്നിട്ടിട്ട് എഴുതുക. 8, ഓരോ തവണ നമ്മൾ എഴുതുമ്പോഴും പറഞ്ഞുകൊണ്ട് എഴുതുക. 9, എഴുതി പൂർത്തിയാക്കി മടക്കി വെച്ചതിന് ശേഷം പിന്നെ അത് പരമാവധി തുറക്കാതിരിക്കുക. 10, വെയിൽ കൊള്ളിക്കാത്ത രീതിയിൽ അത് ഭദ്രമായി സൂക്ഷിക്കുക. 11, ബിസ്മിയുടെ ഓരോ അക്ഷരവും വേറിട്ട് എഴുതുക. അഥവാ ബ വേറെ, സീന് വേറെ, മീം വേറെ എന്ന രീതിയിൽ വേറിട്ട് കൊണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഫുള്ളായി കൂട്ടി എഴുതാതെ വേറിട്ട് എഴുതുക. പരിശുദ്ധമായ ബിസ്മിയിൽ 19 ഹർഫുകളാണുള്ളത്. ഓരോ ബിസ്മി എഴുതിയതിന് ശേഷവും 19 ഹർഫുകൾ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. മീം എഴുതുമ്പോൾ അതിൻ്റെ ചുറ്റിക്കെട്ട്, മുകളിലുള്ള ചുറ്റിക്കെട്ട് മുട്ടാത്ത രീതിയിലാണ് എഴുതേണ്ടത്. ബിസ്മി എഴുതുമ്പോൾ അതിൻ്റെ ബാ എഴുതുമ്പോൾ പുള്ളിയിടാൻ പാടില്ല എന്നൊക്കെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ബിസ്മില്ലാഹി എന്ന സ്ഥലത്ത് ശദ്ദുള്ള ഹർഫിന് ശദ്ദിടാതെ എഴുതുക. എഴുതുമ്പോൾ ഒരു ഹർഫിനും പുള്ളിയോ കസറോ ഫത്തഹോ ലമ്മോ ഒന്നും ഇടാതിരിക്കുക. ഇത്രയും പരിശുദ്ധമായ ഈ വചനം നമ്മൾ എഴുതിയിട്ട് അത് മടക്കി നമ്മുടെ ശരീരത്തിലോ പേഴ്സിനകത്തോ നമ്മുടെ വീട്ടിലോ ഒക്കെ സൂക്ഷിച്ചു വെക്കാം. ഇനി എഴുതാനറിയാത്തവരൊക്കെ ആണെങ്കിൽ അഥവാ പ്രായമായവർക്കൊക്കെ എഴുതാൻ കഴിയണമെന്നില്ല. അവർ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന ഈ ഒരു ആയത്ത് അല്ലെങ്കിൽ ഈ ദിക്ർ 113 തവണ ചൊല്ലുക. അതിന് ശേഷം ഇനി പറയാൻ പോകുന്ന തവസ്സുൽ ദുആ ചെയ്യുക. ശേഷം നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു അത് നടത്തി തരുന്നതാണ്.
ഇനി പലർക്കുമുള്ള സംശയമാണ് അശുദ്ധിയുള്ള സമയത്ത് എഴുതാൻ പറ്റുമോ എന്നുള്ളത്. അവർ ചെയ്യേണ്ടത് ഈ ബിസ്മി ദിക്റാണ് എന്ന് കരുതിക്കൊണ്ടാണ് അവർ ഈ ഒരു പ്രവൃത്തി ചെയ്യേണ്ടത്. ചില ആളുകൾക്ക് സംശയമുണ്ടാകും, കഴിഞ്ഞ പ്രാവശ്യം എഴുതിയതുണ്ടല്ലോ എന്ന്. അതുണ്ടെങ്കിൽ തന്നെ ഈ വർഷം തുടങ്ങുന്ന മുഹറം 1 എഴുതി വെക്കൽ പ്രത്യേകം കാവൽ ലഭിക്കാൻ നല്ലതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എഴുതിയത് എവിടെയെങ്കിലും നമ്മൾ സൂക്ഷിച്ചു വെക്കൽ നല്ലതാണ്. ഏറ്റവും നല്ല സമയം, എഴുതാൻ പറ്റിയ ഏറ്റവും നല്ല സമയം സുബ്ഹി കഴിഞ്ഞിട്ട് ളുഹ്റിന് മുമ്പായി എഴുതാനാണ്. ഇത് എഴുതിയതിന് ശേഷമുള്ള തവസ്സൽ ദുആ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹുർമത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഫദ്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഅളമത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിജലാലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിജമാലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബികമാലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وبهيبة بسم الله الرحمن الرحيم وبمنزلة بسم الله الرحمن الرحيم وبملكوت بسم الله الرحمن الرحيم وبجبروت بسم الله الرحمن الرحيم وبكبرياء بسم الله الرحمن الرحيم وبثناء بسم الله الرحمن الرحيم وببهاء بسم الله الرحمن الرحيم وبكرامة بسم الله الرحمن الرحيم وبسلطان بسم الله الرحمن الرحيم وببركة بسم الله الرحمن الرحيم وبعزة بسم الله الرحمن الرحيم وبقوة بسم الله الرحمن الرحيم وبقدرة بسم الله الرحمن الرحيم എന്ന് പറയുന്ന ഈ ദുആ ചൊല്ലിയിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അള്ളാഹു പെട്ടെന്ന് തന്നെ നടത്തി തരുന്നതാണ്. ഈ ഒരു കൊല്ലം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുന്നതാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.